ഹായ്, ഗുഡ് മോർണിംഗ്. ചിത്രം കണ്ടില്ലേ? ഇതിലെന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരെണ്ണത്തിൽ കുമ്പളത്തിൻ്റെ പൂവുണ്ട് അല്ലേ? മറ്റേ ചിത്രം എന്താണ്? കുമ്പളത്തിൻ്റെ ചേത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേതു ഭാഗം വളർന്നിട്ടാണ് വിത്തുണ്ടായതെന്ന് പറയാൻ സാധിക്കുമോ? ഒവ്യൂൾ വളർന്നിട്ടാണ് വിത്തായി മാറുന്നത് അല്ലേ? അതെ. ഇനി ഏതു ഭാഗം വളർന്നിട്ടാണ് ഫലം ഉണ്ടായതെന്ന് പറയാൻ സാധിക്കുമോ? അണ്ഡാശയം വളർന്നിട്ടാണ് ഫലമായി മാറുന്നത്. പൂവിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ പൂക്കളുടെ ചില പ്രത്യേകതകൾ ഫലങ്ങളിലും കാണില്ലേ? നമുക്ക് നോക്കിയാലോ? നിങ്ങൾ ചിത്രം കണ്ടോ? ഒരു മാമ്പൂവിൻ്റെയും മാമ്പഴത്തിൻ്റെയും ചിത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? തക്കാളിപ്പൂവിൻ്റെയും തക്കാളിയുടെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കൂ. മാമ്പഴത്തിൽ എത്ര വിത്തുകളാണുള്ളത്? ഒരു വിത്താണല്ലേ ഉള്ളത്. തക്കാളിയിൽ ഒരു വിത്ത് മാത്രമാണ് ഉള്ളത്? അല്ല അല്ലേ? തക്കാളിയിൽ കുറേ വിത്തുകളുണ്ടല്ലേ? വിത്തുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ട്. ഇത്തരത്തിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത്തരം ഫലങ്ങളെ ലഘുഫലങ്ങൾ എന്ന് പറയുന്നു. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഇത്തരം ഫലങ്ങളെ പറയുന്ന പേരാണ് ലഘുഫലങ്ങൾ. ലഘുഫലങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ലഘുഫലങ്ങളുടെ ഉദാഹരണങ്ങളാണ് മാമ്പഴം, തക്കാളി, വഴുതന, പാവൽ, പേരയ്ക്ക, മുന്തിരി എന്നിവയെല്ലാം ലഘുഫലങ്ങളുടെ ഉദാഹരണങ്ങളാണ്.